ഞാൻ മുൻപൊരു വിഷയം എടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയം. കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയത്തിൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞാറ്റയെ പിന്തുടർന്ന് ആക്രമിക്കുന്ന, കുഞ്ഞാറ്റയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് നിൽക്കുന്ന ഇച്ചായൻ എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു ഞാൻ മുൻപൊക്കെ വീഡിയോ ചെയ്തിരുന്നത്. ഇച്ചായന്റെ ക്വാളിറ്റി കുഞ്ഞാറ്റയ്ക്ക് തുറന്നു പറയേണ്ട ഒരു ഘട്ടം വന്നത് എന്തുകൊണ്ടെന്നാൽ, ഇച്ചായൻ അതുപോലെ പെരുമാറിയിട്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നു, അവർ പിരിയാൻ തീരുമാനിക്കുന്നു, അമിക്കബിളി അവർ രണ്ടുപേരും സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് പിരിയുന്നു. പ്രശ്നം അവിടെ തീരണ്ടേ? എന്താണ് ഈ പ്രശ്നം വളർത്തുന്നത്? ഈ പ്രശ്നം വളർത്തി ഇതിങ്ങനെ ഹൈപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? താൻ ഭയങ്കര മാന്യനാണെന്നും തന്നെ ഭാര്യ ചതിച്ചു എന്നും തൻ്റെ കൊച്ചിനെയും കൊണ്ട് അവൾ പോയി എന്നും വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം അവിടെ അവൻ്റെ ചാനലിൽ വന്ന ഒരു പോസ്റ്റാണ്, കേൾക്കാം. ഇത് കാണുന്ന ആരെങ്കിലും അയച്ചു കൊടുക്കുമോ, ഒന്ന് ചോദിക്കുമോ? എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി, ഒന്ന് മിണ്ടിയാൽ മതി, ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കൂല. ഇത് അവിടെ ചോദിക്കാൻ കാരണം എത്ര വിഷമമുള്ളത് കൊണ്ടാണ്. ജീവിതം ഒന്ന് തൊട്ട് എന്തൊരു കുപ്പയാ, എന്തരാ എഴുതി വെച്ചിരിക്കുന്നു. എന്ത് കുപ്പ എഴുതി വെച്ചാലും എടാ ചെറുക്കാൻ, നിൻ്റെ അടുത്ത് ഒരു 100 വട്ടം പറഞ്ഞ കാര്യമാണ്. നിനക്ക് കുട്ടീനെ കണ്ടോളാൻ വയ്യെങ്കിൽ നീ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പെറ്റീഷൻ കൊടുക്കുക. ഒരു പേപ്പർ, വൈറ്റ് കളർ പേപ്പർ എടുക്കുക. നിന്റെ പേര്, നിന്റെ തന്തയുടെ പേര്, നിന്റെ തള്ളയുടെ പേര്, നിന്റെ അഡ്രസ്സും അതങ്ങോട്ട് എഴുതുക. ആ കൊച്ചെവിടെ താമസിക്കുന്നോ അവരുടെ ഡീറ്റെയിൽ എഴുതുക. എൻ്റെ മകനെ ഒന്ന് കാണിച്ച് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് അവിടെ വരുത്തി നിനക്ക് കൊച്ചിനെ കാണിക്കുക, ഉമ്മ വയ്ക്കുക, വീഡിയോ എടുക്കുക, നീ എന്ത് വാഴ കാണിയില്ലേ അവർ കൊണ്ടുവന്ന് കാണിച്ചു തരും. എത്ര വട്ടം പറഞ്ഞതാണ്. പിന്നെ ഈ സിമ്പതി കൂടെ ജീവിക്കാൻ നടക്കുന്ന നിനക്ക് ജോലിയൊന്നും ഇല്ലടാ. ആർക്കാ? പോയി വല്ല കൂലിപ്പണിക്കും പോടാ. ഈ കണ്ടത് കൊണ്ടാണ് നമ്മൾ അവരുടെ വീഡിയോ കാണാൻ നോക്കുമ്പോൾ തള്ള നിന്നുണ്ടങ്ങ് പ്രസംഗിക്കുക. ഇതേ എനിക്ക് അവള് വാങ്ങിച്ചു തന്ന, ഇതേ 2 ഗ്രാം വാങ്ങിച്ചു തന്നില്ല, എനിക്ക് അത് വാങ്ങി തന്നില്ല, എനിക്ക് ഇത് വാങ്ങി തന്നില്ല. പൊന്ന് തള്ളേ, നിങ്ങളുടെ മകളാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നോ? നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു ഗതികേട് വന്നാൽ നിങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നോ? സത്യത്തിൽ കുഞ്ഞാറ്റയുടെ പേരൻസിന്റെ കഴിവുകേട് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ചെലക്കുന്നത്. നിങ്ങളുടെ മകൻ ചെയ്ത ദ്രോഹത്തിന്, അടിച്ചതിന്, അവളെ ഉപദ്രവിച്ചതിന്, ഗാർഹിക പീഡനത്തിന് നിങ്ങൾക്ക് 3 പേർക്കും എതിരെ കേസ് കൊടുത്തത്, 3നെ പിടിച്ച് ജയിലിൽ ഇട്ടിരുന്നെങ്കിൽ ഈ അന്യായം പറഞ്ഞുകൊണ്ട് ഇപ്പം ആ കൊച്ചിനെ ശല്യം ചെയ്യത്തില്ല. അത് അതിൻ്റെ ഉപജീവനത്തിന് വേണ്ടി അന്യദേശത്ത് പോയി കിടക്കുകയാണ്. അവിടെ പോകാനുള്ള ലോൺ ഉൾപ്പെടെ എടുത്ത് സഹായിച്ചത് അവരുടെ വീട്ടുകാർ. അവൾ വാങ്ങിച്ച് നിനക്കൊക്കെ അണ്ണാക്കി തരണമായിരുന്ന, നിന്റെയൊക്കെ വീട്ടു ജോലിയും ചെയ്യണം, നിനക്കൊക്കെ വാങ്ങിച്ച് നിന്റെയൊക്കെ അണ്ണാക്കി തരികയും കൂടെ വേണമായിരുന്ന. നിന്റെ മോൻ എന്തരായിരുന്നു ചെരപ്പ്? എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ? അതെല്ലാം പൊട്ട്. ഒരു പൈസ ആരും വാങ്ങിച്ചില്ല, എടുത്തില്ല എന്ന് പറയുന്നത്. ഇതെന്തുവാണ് ഈ ലിസ്റ്റ്? ഇത് പൗലോസ് ഒന്നും ആര്? ആ പൗലോസ് നിന്റെ അച്ഛൻ തന്നെയാണോടാ? നിന്റെ അച്ഛൻ എനിക്ക് അയച്ചു കൊടുത്ത പൈസയാണ്. മൈ റൗഡി ബേബി എന്നവൾ എഴുതിയിട്ടിരിക്കുന്നതാണ്. ആ പെണ്ണിനത് വേണം. ചെറിയ പ്രായത്തിൽ പഠിക്കാൻ വിടുമ്പോൾ പഠിക്കാതെ കണ്ടവന്മാരെ കണ്ട് വെള്ളം ഉറക്കാൻ പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഇതൊരു അനുഭവമായിരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇഷ്ടംമാതിരി പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ കുട്ടി. എമ്മാതിരി പൈസ ഇവൻ വാങ്ങിച്ച് തിന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ മിറക്കിൾ ബ്യൂട്ടി വ്ളോഗ് കണ്ടിരുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏത് നേരം അവിടെ കുത്തിയിരിക്കുന്ന ഒരുത്തനെയാണ് അവൾ പിക്ചറൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. A to Z ജോലിപ്പാട് മുഴുക്ക ചെയ്യുന്നത് അവളായിരുന്നു. അവളുടെ എഫർട്ടിൽ കൂടിയാണ് ആ ചാനൽ പുരോഗമിച്ചത്. കമൻസിൻ്റെ കാര്യമൊന്നും പറയാൻ വയ്യോ, എന്തൊക്കെയാണ്. അവൾ കുഴപ്പമാണെന്ന് നിങ്ങൾ കാണിച്ചു തന്നതിന് നന്ദി. ഇവന് 3 ഫേക്ക് ID ഉണ്ട്. ആ 3 ഫേക്ക് ID വന്ന് എന്നെ തെറി വിളിച്ചിരുന്നു. 3 ഫേക്ക് ID. ഇവൻ്റെ റിയൽ ID ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, പക്ഷെ ആ 3 ഫേക്ക് ID ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓർത്ത് നോക്ക്, ഇവൻ്റെ ഫേക്ക് ഐഡികൾ നിരന്തരം വന്നുകൊണ്ട് ഈ തെണ്ടിത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന കമൻസിൻ്റെയൊക്കെ ആധികാരികത എന്താണ്? അത് കാണുമ്പോൾ കുറച്ചധികം പേർക്ക് എന്നാൽ നമുക്കും കൂടെ കമൻ്റ് ഇടാം എന്ന് തോന്നും. അതിന് വേണ്ടിയിട്ടാണ്. ബാഡ് കമൻ്റ് ആണെങ്കിൽ പിന്നെ മുഴുവൻ ബാഡ് കമൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി. എടാ, ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയായിരുന്ന ഒരു സ്ത്രീയെ ഇമാതിരി അവഹേളിക്കാൻ ഇട്ടു കൊടുക്കൂല. അവൾ നിനക്കൊക്കെ പണം ഉണ്ടാക്കി തരണമായിരുന്ന? എന്ത് അധികാരമാണ് ഈ ചോദിക്കുന്നത്? ആ തള്ള പറയണതാണ് എൻ്റെ മകൻ കള്ള് കുടിക്കാൻ തുടങ്ങിയത് അവളുടെ കൂടെ കൂടിയിട്ടാണെന്ന്. ആണോ? ശരിയാണടി, നിന്റെ മോൻ പണിയെടുക്കാൻ തുടങ്ങിയത് അവളെ കൂടെ കൂടിയിട്ടാ. മനസ്സിലായി? ഏത് പണി? മറ്റേ പണി. അത് മാത്രമേ അറിയാമായിരുന്നു, കൊച്ചുണ്ടാക്കാനുള്ള പണി. അതവൻ നല്ലപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരു വാഴ അവനെ കൊണ്ട് ഒക്കൂലായിരുന്നു. നിന്റെ മകൻ കള്ളു കുടിച്ചെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ്. നിനക്കത് വിലക്കാൻ അറിയത്തില്ല. അവളെ ഉത്തരവാദിത്വം. അവളെന്തോന്ന് നിന്റെ മോനെ നന്നാക്കാൻ വന്ന മെറ്റീരിയലാ. ഓരോ അമ്മമാരും ഇങ്ങനെയാണ്. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത ഉടനെ മരുമക്കളെ തലയിൽ കൊണ്ടുവച്ച ഒരു ഒറ്റ ഐഡിയ, എന്നാ പിടിച്ചോ നിന്റെ തലയിലേക്ക് ഇരിക്കട്ടെ. എന്ത് അടിസ്ഥാനത്തിലാണ് ആ വർത്തമാനം പറയുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു തെണ്ടി വർത്തമാനം പറയുന്നത്? ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഒരു അല്പം ഉളുപ്പ്, ലേശം എന്തൊക്കെയാണ് അങ്ങ് തള്ളി മറിക്കുന്നത് ആ പെൺകുട്ടീനെ പറ്റിയിട്ട്. ഞാൻ ഇനി മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കാം. നീ മിണ്ടടി. എനിക്കിപ്പോഴും കുഞ്ഞാറ്റയുടെ അമ്മയെടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഒന്നുകൂടെ കേസ് കൊടുക്കുക. കാരണം കോടതി മുഖാന്തരം വേർപിരിഞ്ഞ വ്യക്തികളാണെങ്കിൽ കോടതിയിൽ അവിടെ എഴുതി വെക്കും
കൃത്യമായി പരസ്പരം ചെളിവാരി എറിയില്ല എന്ന്, സോഷ്യൽ മീഡിയയിൽ കൂടെ അപവാദ പ്രചരണം നടത്തില്ല എന്ന്. അതിന്റെ മുകളിൽ അയാൾ ചെയ്യണേ കോട്ടലക്ഷ്യമാണ്. ഈ കോട്ടലക്ഷ്യത്തിന് കേസെടുത്തു കഴിഞ്ഞാൽ ജയിലിൽ പോയി ഉണ്ട തിന്നേണ്ടി വരും. അവൻ കുറച്ച് ചെലവാക്കട്ടെന്ന്, അതാണ് ചെയ്യേണ്ടത്. ആ പെൺകുട്ടിയെ നിരന്തരം ഒരു കാര്യവുമില്ലാതെ അവഹേളിക്കുന്ന ഈ വൃത്തികെട്ട നരാധമനെ സത്യം പറഞ്ഞ പോലീസ് പിടിച്ച് 2 ഇടി പറ്റിച്ചാലേ ശരിയാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുട്ടീനെ കാണാം, ഇതെന്തോരു കള്ളത്തരമാണെന്ന്, സ്നേഹം വഴിഞ്ഞൊഴുകിയാണ് കള്ളുകുടിയും കഞ്ചാവ്. എത്ര വട്ടം എത്ര രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ കൂടെ എന്തുകൊണ്ട് കുട്ടീനെ വിട്ടില്ല? ബ്ലഡിൽ കഞ്ചാവുണ്ട്, അതുകൊണ്ടാ. മകൻ കഞ്ചാവും കൂടെ അടിക്കുന്നെന്നുള്ളത് മറന്നു പോകണ്ട. അമ്മാതിരി നടന്ന ഒരു വൃത്തികെട്ട സാധനത്തിന് ആ പെൺകുട്ടിയെ കിട്ടിയത് തന്നെ പുണ്യമായിരുന്നു. ആ പെൺകുട്ടിയെ വെച്ച് ഉപയോഗിക്കാൻ അറിയാതെ അതിനെ ചവിട്ടി മെതിച്ച് ഇഷ്ടമാതിരി ദ്രോഹിച്ച് അത് ഇട്ടിറങ്ങി ഓടിയപ്പോൾ പിന്നെ അതിന്റെ പിറകെ പോയി മോങ്ങുന്നു. എന്തടിസ്ഥാനത്തിലേ? എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങൾക്ക്? ഒരു അല്പം ഉളുപ്പുള്ളവനാണെങ്കിൽ ഇമാതിരി ആ പെൺകുട്ടിയെ പിന്തുടർന്ന് ആക്രമിക്കത്തില്ല. അവൻ ആ കുട്ടിയോടോ ആ കുഞ്ഞിനോടോ ഒരു സ്നേഹവുമില്ല എന്നുള്ളൊരു തെളിവാണ് ഇപ്പൊ അമ്മച്ചിയെ കൂട്ടുപിടിച്ചിട്ട് പെണ്ണുമ്പിളെ ചീത്ത പറയണം. നിന്റെ മോനെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കഴിപ്പണം കെട്ടോളം കൊണ്ട് കെട്ടിച്ചുകൂട്, എന്നിട്ട് ആ ശല്യം ഒഴിവാക്ക്. ജോലിക്ക് പോകാൻ പറ, കൂലിപ്പണിക്ക് പോകാൻ പറ. നിന്റെ മോന് എന്ത് ദേഹം അനങ്ങാക്കത്തില്ലേ? ഇറച്ചി നോവുവോ? എന്താണ് എത്തി വിയർക്കട്ടെ? ഇറച്ചി വിയർത്തെത്തി ജോലി ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിൽ അന്നം പൊന്നം കൊടുക്ക്. പല പെണ്ണുങ്ങളും വന്ന് കയറുമ്പോൾ അവള് ചെലവിന് കൊടുത്തില്ലെന്ന്. അവള് ജോലി ചെയ്തെങ്കിൽ അവൾക്ക് ചെലവില്ലായിരുന്ന? ആ കുട്ടീനെ നോക്കിയ കണക്ക്, അങ്ങോട്ട് പോയ കണക്ക്, ഇങ്ങോട്ട് പോയ അല്പത്തരായിട്ട് തോന്നുന്നില്ല. ഈ സ്ത്രീയെയും കാണാൻ കുറെ എണ്ണം പോയിട്ട് അവിടെ കമന്റ് ഇട്ട് പറയും. ഞാൻ കമന്റ് കുറെ വായിക്കാം. ഗജാതി കമന്റോളികളെന്ന് നടത്തണം, സ്ഥിരമായിട്ടങ്ങ് ഇടുക. നിനക്ക് ഇത് പിന്നെ ആരുടെയോ കമന്റൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അതായത് അവരിങ്ങനെ ഇൻബോക്സിൽ പോയി ഞാൻ മോശമാകാൻ വന്നു. ഞാൻ ഈ വീഡിയോ ഇതുപോലെയൊക്കെ സ്റ്റോറി ഇടുന്ന വേറെ ഒന്നിനുമല്ല. ഞാൻ കൊച്ചിനെ ഓർക്കാണ്ട് എന്ന് കണ്ടിട്ടില്ല. എനിക്ക് അവനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമെന്ന് വിചാരിച്ച എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി, ഒന്ന് മിണ്ടണം, ഒന്ന് എടുക്കണം, ഒരു ഉമ്മ കൊടുക്കണം. ഞാൻ മോശമാകാം എന്നതും പറയാം. പക്ഷേ ഞാൻ അവൻ്റെ അച്ഛനാ. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണിച്ച് തന്നൂടെ? അടുത്ത് ഉണ്ടായിട്ടും ഇങ്ങനെ കാണാണ്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, മരണത്തിന് തുല്യമാണ്. എന്നാ നീ ചത്തോടാ, മരണത്തിന് തുല്യമാണ്. എന്തെല്ലാം ഇതൊക്കെയാണ് ഇട്ട് വെക്കുന്നതെന്ന് അറിയാമോ? കമന്റോളികളിലേക്ക് നമുക്ക് പോവാം. മാല എടുത്തോണ്ട് നിൽക്കുക തള്ളച്ചി, എന്നെ മാഞ്ഞ നാണം കെട്ട സാധനങ്ങൾ. ലേശം ഉളുപ്പ്. കുഞ്ഞാറ്റയുടെ നാട്ടുകാരുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ഇടൂ. പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമന്റാണ്. അവളെപ്പറ്റി അറിയുന്നവർ ഉണ്ടെങ്കിൽ കമന്റ് ഇടൂ. അമലിനെ പറ്റി അറിയുന്നവർ കമന്റ് ഇടുക. ഞാൻ പറഞ്ഞുതരാടാ കമന്റ്, ഞാൻ പറഞ്ഞുതരാം. പിൻ ചെയ്ത് വെക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. നീ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് പെണ്ണും പിടിച്ച് നടന്നു. ആ പെണ്ണ് അവളെ ആരോഗ്യം ക്ഷയിക്കുന്നിടം വരെ അവിടെ കിടന്ന് ജോലി എടുത്ത് കഷ്ടപ്പെട്ട് വ്ളോഗ് ചെയ്ത് ഉള്ള പണം സമ്പാദിച്ച് പഠിച്ച് ഒരിടത്തേക്ക് എത്തി അവൾ ഉയർന്ന സംഗതിയിലേക്ക് പോയി. നീ ഇപ്പോഴും വായും തോന്നിവാസവും പറഞ്ഞ് നിന്റെ അമ്മച്ചിയും കൂട്ടുപിടിച്ച് നാട്ടുകാരെ തെറി വിളിച്ചുകൊണ്ട് നടക്കണം. അത് തന്നെ. സ്വന്തം മകനെ ന്യായീകരിക്കാൻ വല്ല പെൺപിള്ളേരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തം ഭർത്താവ് വേറെ റിലേഷനിൽ പോയാൽ ഏത് പെണ്ണുങ്ങൾ സഹിക്കും? അത് നിങ്ങൾ ചിന്തിക്കൂ. അത് അവരോട് ചോദിച്ചത് കറക്റ്റ് ചോദ്യമാണ്. അത് ആരാ ചോദിച്ചിരിക്കുന്നത്? അനുപമ പത്തനംതിട്ട, അനൂപ് പത്തനംതിട്ട എന്നാ, അനൂപ് ആനന്ദാനന്ദ, അങ്ങനെയാണ് പേര്. ഡിവോഴ്സ് ആയില്ലേ, ഇനിയെങ്കിലും അവരുടെ കാര്യം നോക്കി ജീവിച്ചൂടെ? അതൊരു വലിയ സത്യമാണ്. എല്ലാ മക്കളും ഇത് കാണാം. മാതാപിതാക്കളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടം തേടി പോയിട്ട് മക്കൾ കാരണം നാട്ടുകാരുടെ മുന്നിൽ തല കുണിക്കേണ്ട അവസ്ഥ. അത് സത്യത്തിൽ ആ കുട്ടിയുടെ വീട്ടുകാരെ പറയേണ്ടത്. ഇനി വേണ്ട. ഇത്രയ്ക്കായ സ്ഥിതിക്ക് എല്ലാം ജനങ്ങൾ അറിയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തും. എന്തൊരു സ്നേഹ, ജനങ്ങളെല്ലാം അറിയണമെന്നേ. ഇവൻ കഞ്ചാവ് അടിച്ച് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടന്നേണെന്ന് തെളിവുൾപ്പെടെയല്ലേ കൊണ്ടുവന്നത്. പിന്നെന്തുവാ ഇനി അതിന്റെ മേളിൽ എന്തോന്ന്? ആ പെങ്കൊച്ചിനെ പറയണോ? അവളെയും പറയും, എന്തൊക്കെയോ പറയുന്നുണ്ട്. എടാ അവളെ വഴിക്ക് വിടറ. ഇവനെ കല്യാണം കഴിച്ചു എന്നൊരു തെറ്റല്ലാതെ ആ പാവപ്പെട്ടുകൾ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇജാതി ഒരു ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നമ്മ, ആ പെങ്കൊച്ച് അവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അമ്മ ഇതെല്ലാം ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെടുന്നു. വേണ്ട അമ്മേ, ഇനിയും കരയണ്ട. ആരെന്ത് പറഞ്ഞാലും നമ്മൾ നല്ല സ്ട്രോങ് ആയി നിൽക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായി നടത്തും. സമയത്ത് പറഞ്ഞേക്കുന്ന അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് 7 മരിച്ചേക്കുമെന്ന്. എന്റെ മകനെ എന്റെ മാതാവ് അതും പോട്ടെ, ഞാൻ ഓടി ആശുപത്രിയിൽ ചെന്ന അപ്പൊ പിന്നെ താട്ട ആംബുലൻസിനെ തന്നെ ഞങ്ങൾ അടിമാറ്റി. നിങ്ങൾ കേൾക്കണം, ആംബുലൻസിനെ തന്നെ ചെയ്തു പറഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് 1 മണിക്കൂർ നിങ്ങൾ എല്ലാരും കേൾക്കണം. എല്ലാരും കേട്ടോളിയും കഥകൾ. എന്തൊക്കെയാ പുതിയ പുതിയ കഥകൾ വരുന്നതെന്ന് അറിയാമോ? എന്തെല്ലാം കഥകളാണെന്ന്.
ഈ തള്ള കാരണമാണ് ഈ കുടുംബം പിരിഞ്ഞു പോയത്. ഇവർ തമ്മിൽ തല്ലാനും പ്രശ്നമുണ്ടാകാനും ഒക്കെ ഏക കാരണം ഈ തള്ളയാണെന്ന് ഞാൻ പറയും. ഇനിയും കലിയടങ്ങാതെ വൃത്തികേടുകൾ മാത്രം പറഞ്ഞ് വീണ്ടും വീണ്ടും മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.